ഗൈസ് ഇന്ന് നമ്മൾ ചെല്ലാനത്തായിരുന്നു കേട്ടോ. ഇന്ന് 31-ാം തീയതി ഞാൻ ഷൂട്ട് ചെയ്യണത്. ഇവിടെ വർക്ക് നടക്കാനാണ്. അപ്പോൾ ഞാനും ജയ്ബ്രോ ഒക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് നമ്മുടെ വൈറ്റ് പാലസിൽ വന്നതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇവിടെ ഗസ്റ്റിന് മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആവട്ടെ. ബാക്ക് സൈഡിലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഒരു 20 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആണ്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഇപ്പോൾ ഒന്നും കൂടി കാണിച്ചതാണ്ടാ. നമ്മുടെ വണ്ടി കിടക്കണ ഇവിടെ ഉണ്ടാ. അവിടെ എന്തൊരു കായ ഉണ്ടെന്നോ ഉണ്ടോ, അതിൻ്റെ മേളിൽ വന്ന് വീണിട്ടുണ്ട്. സെറ്റ് ബാക്ക് സൈഡിലൊക്കെ നിങ്ങൾ കയറിക്കോ. സ്പേസ് ഇല്ല ഗൈസ്. CNG ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകണം. CNG ട്രേ ഉണ്ടായിരുന്നു, പക്ഷെ അത് വെച്ചിട്ട് ഒരു കടകട സൗണ്ട്. കറിയോ ആ ഓ വൈപ്പറിലൊരു ഇല വന്നിരിക്കണടാ. അപ്പം നമുക്ക് കാണാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. പൊട്ടിപ്പോയി. വെറുതെ വെച്ചാണ്. നമുക്ക് എന്തായാലും ടിൻ്റടിക്കുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക് ഇട്ട്. എല്ലാം കൂടി എടുത്ത് കളഞ്ഞേക്കാം. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ ഇവിടെ. യെസ് ഇറം കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നോക്കിയില്ല. ഇറക്കേണ്ട സീനില്ല. പോവാ എയ്തു. ഗൈസ് അപ്പോൾ നമുക്ക് പോവാട്ടോ. മാതാ വയ്ക്കാത്തോളണേ. 20,352 ആയിട്ടോ നമ്മുടെ വണ്ടി സർവീസിന് കയറ്റാൻ സമയമായി. ഇന്ന് ചൊവ്വാഴ്ച 31-ാം തീയതി. നാളെ കയറ്റാൻ പറ്റില്ല. നാളെ നമ്മൾ കൊച്ചിയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. മറ്റന്നാൾ 2-ാം തീയതി നമ്മൾ വണ്ടി സർവീസിനായിട്ടോട്ടോ. അപ്പോൾ അവിടെ പണിക്കാരൊക്കെ വന്നിട്ടോ. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. യെസ് ലെറ്റ്സ് ഗോ. പോവാ ചെയ് ബ്രോ. കയറിയാ പോവാല. seat belt remained.
വഴി കൂടി ഓടിക്കാൻ നല്ല രസമാണ്. പക്ഷെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാൽ വന്ന സീനാണ്. കായൽ സൈഡാണ്, കായൽ സൈഡ്. നമുക്ക് കുമ്പളങ്ങി വഴി പോകട്ടെ. നമുക്ക് സ്ഥലം ചെല്ലാനത്താണ് നിൽക്കുന്നത്. ചെല്ലാനത്ത് നേരെ കുമ്പളങ്ങി വഴി നേരെ പള്ളുരുത്തിലേക്കുള്ള കാഴ്ച ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ക്യാമറ ആംഗിൾ കുറച്ച് പൊങ്ങിയിരുന്ന വെച്ചെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം ഞാൻ ഏകദേശം സെറ്റാക്കിയാണ് വെച്ചേക്കണത്. ഇനി ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ ഏത് ലെവലിലായിരിക്കണേ. Two dogs. Here 3 dogs. എന്താ ചെല്ലാനം ബസ് സ്റ്റാൻഡാണത്. അതായത് ചെല്ലാനം ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പുറത്ത് ആലപ്പുഴയാണ്. ഇത് ഈ പള്ളി ഇരിക്കണതിൻ്റെ അപ്പുറത്തോട്ട് ആലപ്പുഴയാണ്. ഇത് ഇവിടം വരെയുള്ള എറണാകുളം ജില്ല. നമ്മുടെ വൈറ്റ് പാലസ് ഇരിക്കുന്നത് എറണാകുളത്താണ്. വൈറ്റ് പാലസിൻ്റെ ഫ്രണ്ടിലെ കായലില്ലേ, അത് ആലപ്പിയാണ്. തീരദേശ വഴിയാണ്ടത്, സ്ട്രെച്ച് റോഡാണ്. കേദാർനാഥ് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അവിടുത്തെ നമ്മുടെ ടാക്സി എർട്ടിഗാണ് ഞങ്ങൾ വിളിച്ചത് കേട്ടോ. കേദാർനാഥ്, അതായത് ഹരിദ്വാറിൽ നിന്ന് കേദാർനാഥ് ബദ്രിനാഥൊക്കെ പോകാൻ ഞങ്ങൾ ഒരു എർട്ടിഗ ടാക്സി വണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ പുള്ളി ഓടിക്കണ നൈസാണ്. പുള്ളി ഇങ്ങനെ ഇരുന്നിട്ടാണ് ഓടിക്കണത്. പ്രായമുള്ള ആളാണ്ടോ. പുള്ളി ബാക്കിൽ റിലാക്സ് ചെയ്തിരിക്കണ, ഫുൾ ടൈം ഇങ്ങനെ എണീറ്റിങ്ങനെ ഇരിക്കും. 2 കൈ ഇങ്ങനെ വെച്ചിട്ട് എണീറ്റിങ്ങനെ ഇരുന്നു. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡായതും പിന്നെ പുള്ളി ചെറുപ്പം മുതലേ ശീലിച്ചേക്കണതുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ ഓടിക്കണത്. ഞാനപ്പോൾ പുള്ളിനോട് ചോദിച്ചു, ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനുള്ള ബാക്കിൽ ഒന്ന് റിലാക്സ് കിട്ടൂലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ശീലിച്ച് പോയത് ഇതാണ്, ചാരി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടല്ലെന്ന് പറഞ്ഞു. പലരും പല രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. ദിവസം ബാക്കിൽ പൊളിയാൻ. എൻ്റെ കറുത്ത ബാഗ് എടുത്തായിരുന്നോ? ഓക്കെ. എൻ്റെ ഒരു കൂട്ടുകാരൻ പോലീസ് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പരിശ്രമിച്ചിട്ട് അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഡ്രൈവിങ് നോക്കുന്നത് ചിലവർ ഹാൻഡ് ഗിയറിൽ തന്നെയല്ലേ വെക്കണത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോണ ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ഗിയറിൽ തന്നെ വെച്ച് വണ്ടി ഓടിക്കരുത് കേട്ടോ. എപ്പോഴും 2 കൈയും സ്റ്റിയറിങ്ങിലുണ്ടാവണമെന്നാണ് അതിൽ ടെസ്റ്റിൽ നോക്കണത്. അപ്പോൾ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റിന് പോകാൻ നേരത്ത് 2 കൈയും കറക്റ്റായിരിക്കണം, മിറർ സെറ്റാക്കണം. പിന്നെ നമ്മൾ നോർമൽ ഓടിക്കണ പോലെ തന്നെ കറക്കൊക്കെ ഇട്ട് ചെയ്യരുത്. ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യണ പോലെ നമ്മുടെ ഐഫോണിലല്ലോ ഞാൻ ഷൂട്ട് ചെയ്യണത്. ഐഫോൺ ഇവിടെ ഉണ്ട്. ഐഫോണിൽ എനിക്ക് റൈഡിങ് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം
വണ്ടി ഓടിക്കാൻ നേരത്ത് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, സേഫായിട്ട് തന്നെ ഓടിക്കണം. സോ ഞാൻ വണ്ടി നിർത്തിയതിന് ശേഷമാണ് ഞാൻ കഥ പറയാറ് എൻ്റെ ടാക്സി ലൈഫ്, അതായത് ഓൺലൈൻ ഡ്രൈവിങ്ങിൽ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് റൈഡിങ് വിഷ്വൽസ് എടുക്കുന്നത് ഞാൻ ഗോപ്രോയിലാണ്, ഞാൻ ഹെഡ് സ്ട്രാപ്പ് ക്യാപ്പിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കഥ. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ആരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്, പണി കിട്ടും. ചെല്ലാന സൈഡായതുകൊണ്ട് ഫുള്ള് മീൻ കച്ചവടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പുറത്തെ സൈഡ് കടപ്പുറമാണ്. എല്ലായിടത്തും മീനാണ്ടോ, മീൻ മീൻ മീൻ. കടലിൽ നിന്ന് പിടിക്കുക, ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക. അപ്പുറത്ത് ഹാർബർ ഉണ്ട്, നൈസാണ്. ഒരു ദിവസം നമുക്ക് അതും ചെയ്യാട്ടോ. പിന്നെ നിങ്ങളാ ഞാൻ വീഡിയോസ് ഇട്ട് വിറപ്പിക്കും. അടാ മീൻ ചേട്ടന്മാർ പോണാടാ. ഇവിടെ എന്തൊരു സാധനം കയറി ഇരിക്കണ്ട്. ഈ വണ്ടി ഏത് മോഡലാണെന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു KL43 വണ്ടി കിടക്കുന്നുണ്ട്. എന്ത് സംഭവം? ഒരു കീരി പോയത്. ഇവിടെ കീരി ഉണ്ട് കേട്ടോ, ഇവിടെ ഇഷ്ടംപോലെ കീരികളുണ്ട്. സ്ട്രെച്ച് റോഡാണ്, സ്ട്രെച്ച് റോഡ്. റോഡൊക്കെ കയറി ഇറങ്ങിയൊക്കെയാണ്. പുഴയിൽ നിന്നും ഒക്കെ പിടിക്കണ മീനുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ലേലത്തിന് കേട്ടോ. അത് രാവിലെയാണ് 7 മണിക്ക്. ആ സമയത്തൊക്കെ ഇവിടെ വന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയൊക്കെ ഇട്ട് വന്നെയാണെന്നുണ്ടെങ്കിൽ നൈസ് കുറേ മീൻ കിട്ടും കേട്ടോ. അതായത് പിലോപ്പി കരിമീനൊക്കെ നൈസാണ്. പട പട പടേ. ചേർത്തലേക്ക് പോണ ബസ്സാണ് അച്ചൂസ് കുന്നായം. വേളങ്കണ്ണി മത ചർച്ച്. ഫസ്റ്റ് വീഡിയോ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്കൂളൊക്കെ തുറന്ന 31-ാം തീയതി സ്കൂളൊക്കെ ഉണ്ടോ? പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയാണ്.
സമ്മറിൽ ട്രിപ്പ് അടിച്ച് ഈ ഏരിയയിലോട്ട് വന്നാൽ തന്നെയല്ലേ തിരിച്ച് കിട്ടാൻ ഇത്തിരി സീനായിരിക്കും. ഈ കുമ്പളങ്ങി സൈഡൊക്കെ വന്ന് നിൽക്കേണ്ടി വരും. നമുക്ക് കുമ്പളങ്ങി വഴി കയറി പോവാട്ടോ. ഈ സൈഡ് ബീച്ചാണ്. ബീച്ച്, കടൽ കടൽ ബീച്ച് അപ്പുറ സൈഡാണ്ടോ. ഇവിടെ റിസ്ക്കാണ് ഇത്തിരി. ജെറ്റിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ ആ വീട്ടിലോട്ടൊക്കെ പോയിക്കും. ഇത് വലമ്പണ്ടാക്കി. സ്വാഗതം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത്. വേണ്ട ഗൈസ്, ഇതാണ് നൈസ് വഴിയാണത്. ശ്മശാനം ഇവിടെ എടുത്തട്ടെ ചായക്കടയിൽ. നന്ദി ചെല്ലാനം ഗ്രാമപഞ്ചായത്ത്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ഗൈസ്. ജയേട്ടൻ്റെ ചായക്കട. അവിടെ മീനുണ്ട് ഗൈസ്, മീൻ. ഈ കടപ്പുറം സൈഡ് ഇവിടെ ഉപ്പ് കാറ്റടിക്കും കൂടുതലും. ഇവിടെയുള്ള വണ്ടികളൊക്കെ ഈ കണ്ടീഷൻ ആയിരിക്കട്ടെ. കാറിൻ്റെ അടിയൊക്കെ ആണെങ്കിലും മൊത്തം തുരുമ്പിച്ച് സീനായി പോകും. ഉപ്പ് കാറ്റടിച്ച് ഇടങ്ങേറായി പോകണോണ്ടാ. കണ്ടോ, തുരുമ്പിച്ചിരിക്കണ വണ്ടി സീൻ.
ഈ ഏരിയയിൽ അങ്ങനെ ഒരു സീനുണ്ട്. ഫുൾ ഉപ്പ് കാറ്റാണല്ലോ അടിക്കുന്നത്, അതാ സംഭവം. അപ്പുറത്ത് കടൽ, ഇവിടെ കെട്ട്. ഇവിടെയാണ് മറ്റേ കവരൊക്കെ അടിക്കില്ലേ നമ്മുടെ കുമ്പളങ്ങിൽ, ഈ സൈഡിലേക്കാണ് കവരടിക്കുന്നത്. കവര് മീൻസ് നമ്മൾ വെള്ളത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസമില്ലേ, അപ്പോൾ ഇവിടെയാണ് എല്ലാവരും വന്ന് കാണുന്നത്. ഈ സൈഡിലേക്കാണ്. ഈ സൈഡ് അവിടെ നിന്നൊരു വഴിയുണ്ട്, ആ വഴിയിൽ നമ്മുടെ ഒരു കമ്പനിക്കാരൻ ഇവിടെ കയാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ കയാക്കിൽ നേരെ കൊണ്ടുപോയി കവരൊക്കെ കാണിക്കും. കയാക്കൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഞാൻ അടിയിലൊരു നമ്പർ കൊടുത്തേക്കാം, പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം കേട്ടോ. ഈ വഴി പോകുമ്പോൾ നമ്മുടെ ജേട്ടൻ്റെ ചായക്കടയിൽ വന്നൊരു ചായയും കുടിക്കാടാ. നൈസാണ്, നൈസ് വൈബാണ്. നൈസപ്പാ. ഇവിടെ വന്നവർ നമ്മുടെ ഈ ബോർഡ് വെച്ചേക്കണം, നന്ദി ചെല്ലാനം ഗ്രാമപഞ്ചായത്ത്. ആ ബോർഡ് വെച്ചേക്കണം. അവിടെ വന്ന് ഒരു ചായ കുടിക്കുക. അവിടെ വൈകിട്ട് നൈസ് ഫുഡൊക്കെ ഉണ്ട്, അവിടെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ട്. അങ്ങനെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ചായ കുടിച്ചു. ഇനി നമുക്ക് റൈഡിങ്ങിലേക്ക്. ലെറ്റ്സ് ഗോ. അങ്ങനെ ഇവിടെ വന്നവർ ചേട്ടൻ്റെ അടുത്ത് വേറെ ചായയും കുടിക്കുക, കുറച്ച് നേരം ഇവിടേക്ക് ഇരിക്കുക. ഇങ്ങനെ റോഡൊക്കെ പക്ഷെ എന്താണത്, അവിടെ തുറന്നു കിടക്കണോ? കൂളാണല്ലോ. ഇത് അക്വാട്ടിക്. ഇപ്പോൾ നമ്മുടെ ബോച്ചെ മേടിച്ചെന്നൊക്കെ പറയണ കേട്ടോ, എനിക്കറിയില്ല. മുമ്പ് ഇത് അക്വാട്ടിക് ആയിരുന്നു. അക്വാട്ടിക് മറ്റേ സൂര്യയുടെ പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഏത് പടമാണെന്ന് നോക്കരുത് ഗൈസ്, പടത്തിൻ്റെ പേരറിയില്ല. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, കുമ്പളങ്ങി നൈറ്റ്സ്. ഇതാണ് കുമ്പളങ്ങി. ഒക്കെ അവർ വന്ന സമയത്തൊക്കെ ഇവിടെ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. റിസോർട്ടുകൾ കുറവാണ്, എന്നാലും ഉണ്ട്, കുഴപ്പമില്ല.
നമുക്ക് ഊരി കളയാനും പറ്റില്ല. മീൻസ് നമ്മുടെ വർക്കിന് ഇത് ആവശ്യമാണ്, മുഖ്യം. നല്ല സാധനമാണത്. മീൻസ് നമ്മൾ ഒട്ടിച്ച് വെക്കണ സംഭവങ്ങളൊക്കെ ചൂടടിച്ച് കഴിയുമ്പോൾ അത് പൊങ്ങി വരും. ഞാനതൊക്കെ ട്രൈ ചെയ്തോ. ഞാൻ മിററിൽ ഒട്ടിച്ച് വെക്കണുണ്ട്. ഇത് നൈസാണ്ട, ഇത് സെറ്റാവും. മൊബൈലില്ലെങ്കിൽ ഈ കിടന്ന് കട്ട അടിക്കും. ഫുൾ മീനാണ്, മീൻ. കുമ്പളങ്ങി കണ്ടക്കടവ് ബസ്. ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും ചെയ്തോ, ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് അടിച്ചോ. ഇടയ്ക്ക് റൈഡിങ് വീഡിയോസ് ഇതേപോലെ ഞാൻ ചെയ്യോട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓഹ്, സ്റ്റാറൊക്കെ എൻ്റെ പൊന്നോ ഒളിച്ച്. ഇവിടെ നിർത്താലോ? ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ, അടുത്തൊരു വീഡിയോയിൽ കാണാടാ. ഇന്ന് നമ്മൾ കുമ്പളങ്ങി വഴിയാണ് എക്സ്പ്ലോർ ചെയ്തേട്ടാ. നമ്മൾ ഇവിടം വരെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഇടിച്ച എന്താണ്, കല്ലാണോ? ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ ബൈ. ഈ കല്ലിൽ വന്ന് കയറിയതാ, സീനില്ല.